ഞാൻ നിന്നോടാ ചോദിക്കുന്ന വിക്രാന്ത്. നീ ടെൻഷനായിരിക്കുന്നതും വിഷമിക്കുന്നതും എന്ത് പ്രശ്നം കൊണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നുമില്ല. പക്ഷെ നീ ഇപ്പൊ നോർമൽ അല്ല. എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞൂടെ? ഞാനില്ലേ നിന്റെ കൂടെ? അതെനിക്കറിയാം ചേട്ടാ. പക്ഷെ ദയവ് ചെയ്ത് എന്നോടൊരു ചോദ്യം ചോദിക്കാതെ എന്നിങ്ങനെ മടി കിടത്തിയാൽ മതി പ്ലീസ്. ഇതിപ്പോ മാത്രമല്ലല്ലോ, നിനക്ക് 3 വയസ്സുള്ളപ്പോ മുതൽ ഇങ്ങനെ തന്നെയല്ലേ? നിനക്ക് സങ്കടം വന്നാൽ എന്റെ മടിയിൽ വന്ന് കിടക്കും. കുറച്ചു നേരം നിന്നെ ഇങ്ങനെ തലോടിയാൽ നിന്റെ സങ്കടം മാറും. നീ അച്ഛന്റെ അടുത്തേക്കോ അമ്മയുടെ അടുത്തേക്കോ ഇതുവരെ പോയിട്ടില്ല. ഞാൻ എങ്ങനെയാ ഇരിക്കുന്നത്, എന്റെ മൂഡ് എങ്ങനെയാന്നൊന്നും നോക്കാതെ ഇതേപോലെ എന്റെ മടിയിൽ വന്ന് കിടക്കും. എനിക്കറിയാം വിക്രാന്ത്, നീ എന്ന് വെച്ച എനിക്ക് എന്റെ ജീവൻ തന്നെയാ മോനെ. ആ കാര്യവും നിനക്കറിയുന്നതല്ലേ? അതെന്നേക്കാൾ നന്നായിട്ട് വേറെ ആർക്കറിയാൻ പറ്റാ ചേട്ടാ. എന്റെ അത്ര ലക്കിയായിട്ട് വേറെ ആരുമില്ല. എനിക്കുള്ള പോലെ ഒരു ചേട്ടനും വേറെ ആർക്കുമില്ല. എന്നിട്ടാണോ നിന്റെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യാൻ മടിക്കുന്നത്? പറയാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷെ ഇനി അതെന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അത് നിനക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കാതിരുന്നാ മതി. ചുമ്മാ ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഇരിക്കില്ലടാ. ബാ, നിന്റെ ഫേവറേറ്റ് വീഡിയോ ഗെയിം കളിക്കാം. ഓക്കെ, അപ്പൊ അതിന് നിനക്ക് മൂടില്ല അല്ലേ? ശരി, കിടന്നോ. സിദ്ധാർത്ഥ്, വന്നപ്പോ മുതൽ ചേട്ടൻ ഒന്നും സംസാരിച്ചിട്ടില്ല. അമ്മുന്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ നിങ്ങള്? സിദ്ധാർത്ഥ, ഞാൻ നിങ്ങളുടെ അടുത്താ ചോദിക്കുന്നേ. ആദ്യം ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തല്ലേ, ഒന്ന് ചുമ്മാതിരിക്കും. ഐം സോറി ആദ്യ, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, അതിന്റെ പേരിൽ പറഞ്ഞു പോയതാ. എന്തു പറ്റി സിദ്ധാർത്ഥ്? എനിക്ക് ആരതിയെ പറ്റി ടെൻഷൻ ആവുന്നുണ്ട് ആദ്യ. അവരുടെ ലവ് മാരേജ് ആയിരുന്നില്ലേ? ചെറിയമ്മയും ചെറിയച്ഛനും അവനോടുള്ള വിശ്വാസം കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. പക്ഷെ അവരുടെ ഇടയിൽ എന്തോ ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടോ ഒന്നും ശരിയാവുന്നില്ല ആദ്യ. അല്ല, നിനക്ക് ഈ കാര്യം അപ്പൊ നേരത്തെ അറിയായിരുന്നോ? അപ്പൊ മനഃപൂർവ്വമാണോ നീ അമ്മുവും ഇത് മറച്ചു വെച്ചത്? മറച്ചു വെച്ചത് സത്യം തന്നെയാ, പക്ഷേ അതിനും ഒരു കാരണമുണ്ട്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും മറച്ചു വെക്കോ? നീയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആദ്യ. ആരതി എന്റെ അനിയത്തി ആദ്യ. യെസ്, ഞാൻ മറച്ചു വെച്ചതിന്റെ ഒരു കാരണം തന്നെ അതാ. ആരതി നിങ്ങളുടെ അനിയത്തിയാ. നിങ്ങൾ ഓവർ പോസസീവായി സിറ്റുവേഷൻ ശരിക്കും ഹാൻഡിൽ ചെയ്യാതെ വിക്കി ചേട്ടനെ വിഷമിപ്പിക്കാന്നുള്ള ടെൻഷൻ കൊണ്ടാ നിങ്ങളോട് പറയാതിരുന്നത്. ഇത് ടെൻഷൻ ആവേണ്ട കാര്യം തന്നെ ആദ്യ. ഇപ്പൊ നിനക്കാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ വേദാന്തും വിക്കിയും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അവരുടെ സ്ഥാനത്ത് എന്നെ ഒന്ന് കണ്ടു നോക്കാദ്യ. നാച്ചുറലായി എനിക്കും ടെൻഷൻ ആവില്ല ആദ്യ. ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാ പറയാതിരുന്നത് സിദ്ധാർത്ഥ്. ഐ എം റിയലി സോറി. പക്ഷെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല, അതെല്ലാം ശരിയാവും. അതെങ്ങനെ ശരിയാവാനാ? ശരിയാവാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. അവര് സ്വയം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യ. പിന്നെ നിന്നെ പോലെ തനിയെല്ലാം ശരിയാവുമെന്ന് എനിക്ക് വിചാരിച്ചിരിക്കാനും പറ്റില്ല. കറക്റ്റ്. പക്ഷെ വിക്കി ചേട്ടൻ, ഇത് ഞങ്ങളുടെ കാര്യമാണ്, ആരും ഇതിന്റെ ഇടയിൽ വരേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങൾ തന്നെ തീർത്തോളാം എന്ന് വാശി പിടിക്കുവാണ്. അവൻ അങ്ങനെ പലതും പറയാദ്യ. നീ ഒന്ന് ഓർത്തു നോക്കിയേ, പ്രേമിക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന്. അപ്പൊ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നോ? അഥവാ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയാണെന്നാണോ? അവൻ പ്രേമിക്കുന്ന സമയത്ത് പോലും പോയസം കഴിച്ചിട്ടുള്ളതാ. നീ എന്താ അതൊക്കെ മറന്നുപോയോ? നമ്മളിടയിൽ നിന്നുകൊണ്ടല്ലേ അവരുടെ കല്യാണം നടന്നത്. ഈ സമയത്തും ഞാൻ അതുപോലെ തന്നെ ചെയ്യും ആദ്യ. ചെയ്തേ പറ്റൂ. ശരി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ തൽക്കാലം എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും.
ഞാൻ എങ്ങനെ ഈ കടം തീർക്കും? അതും ഇത്രയും വലിയ എമൗണ്ട്. ചേച്ചിയോട് പറഞ്ഞാലും അവളുടെ അടുത്ത് ഇത്രയും കാശ് എങ്ങനെ ഉണ്ടാവും? അത്രയും കാശ് അവൾക്ക് ഉണ്ടാക്കാനും പറ്റില്ല. ഞാൻ കാശ് വാങ്ങിക്കുമ്പോ എന്താ ഇതിനെ കുറിച്ചൊന്നും ആലോചിക്കാഞ്ഞത്? ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ എനിക്ക് ധ്രുവയുടെ പ്രയാസം അല്ലാതെ വേറൊന്നും കണ്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം എന്തായാലും ധ്രുവ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അവനെങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ വിറ്റെങ്കിലും ആ കാശ് കൊണ്ടുവരും. പിന്നെ ഞാനീ ചെയ്തതിനൊക്കെ എന്താ പ്രയോജനം? വേറെ എന്തോ ഒരു വഴി. വേദാന്തേട്ടനോട് ചോദിച്ചാലോ? വേണ്ട വേണ്ട, അത് പിന്നെ വേറെ പ്രശ്നമാവും. ചേട്ടന്റെ അടുത്ത് ആരും ഇതുവരെ പൈസയുടെ കാര്യമൊന്നും ചോദിച്ചിട്ടേ ഇല്ല. ചേട്ടനാണെ നമ്മൾ ചോദിക്കാതെ തന്നെ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് കാശ് ചോദിച്ചാ അത് വളരെ മോശമാവും. അങ്ങനെ ചെയ്യുന്നത് അച്ഛനും ഇഷ്ടമാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്താടി ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വെറുതെ ഉറക്കം കളയല്ലേ? കണ്ണിന്റെ അടിയിൽ കറുപ്പ് വീഴും. അങ്ങനെ വന്ന ഡാൻസ് ചെയ്യുമ്പോ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. കിടക്ക്. അമൂല്യ, വേദൻ, സോറി, ഐ ഡിഡ്ന്റ് റിയലൈസ്. കുഴപ്പമില്ല. എന്തു പറ്റി? രാവിലെ തന്നെ എന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നത്? ഓ, എന്ന് വെച്ച് ഞാനിവിടെ രാവിലെ തന്നെ വന്നത് നിന്നെ കാണാനാണോ? അതിപ്പോ എന്താ അത്ര പറയാനുള്ളേ? നീ അതിന് തന്നെയല്ലേ വന്നത്? ഓ, വലിയ കാര്യായി. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയൊന്നും അല്ല ഇങ്ങോട്ട് വന്നത്. നിന്നെ കാണാനായിരുന്നെങ്കിൽ ഒരു വീഡിയോ കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. പിന്നെന്തിനാ? എനിക്ക് സിദ്ധാർത്ഥേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നേ. അത് സാരമില്ല. ഒരു ദിവസം എന്തായാലും രാജകുമാരി രാജകുമാരനെ തേടി വരും. നല്ല ഇമാജിനേഷൻ. ക്യാരി ഓൺ. ഇത് ഇമാജിനേഷൻ ഒന്നല്ല, 100% നടക്കും. നോക്കിക്കോ. അതൊക്കെ പോട്ടെ, ഇന്ന് എനിക്ക് ലീവാണെങ്കിൽ നിനക്ക് ലീവാ. അങ്ങനെയാണെങ്കിൽ ഈ വഴി എങ്ങോട്ടാ പോകുന്നേ? അതില്ലേ, എനിക്കൊരാളെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്താ ബിസിനസ് മീറ്റിംഗ് ആണോ? നോ, ഇത് പേഴ്സണലാ. അവരെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാ. ആരാത്? എനിക്ക് അറിയാത്ത നിനക്ക് അത്രയും വേണ്ടപ്പെട്ട ആള്? എക്സ്ക്യൂസ് മീ, ഞാൻ നിന്നെ പ്രേമിക്കുന്നുണ്ടെന്ന് കരുതിയേ എല്ലാം നിന്നോട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലവ് ആണെങ്കിലും കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം. ഐ നീഡ് മൈ സ്പേസ്. നിനക്ക് അറിയുന്നതല്ലേ, ഞാൻ വേദാന്ത് മേനോനാണ്. ഞാനൊരു ബിസിനസ് മാനാ. എനിക്ക് വേറെ എന്തൊക്കെ ജോലി ഉണ്ടെന്ന് അറിയോ? പൊയ്ക്കോ, എങ്ങോട്ടാണെന്ന് വെച്ചാ പൊക്കോ. ഇനി മുതൽ നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഓ, മുഖം കാണണ്ടെന്ന് പറഞ്ഞ പിന്നെ എന്തിനാ പിടിക്കുന്നേ? ആരും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരെ പോയി കണ്ടിട്ട് വാ. ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇവരാ. ഞാൻ മീറ്റ് ചെയ്യാൻ പുറപ്പെട്ടത് ഇവരെയാന്ന്. എനിക്ക് നിന്റെ മുഖം കാണാൻ പോലും ഇഷ്ടമല്ല. പിന്നെ ഞാൻ എന്തിനാ അവരെ കാണുന്നേ? എന്താന്ന് പറ. പ്രത്യക്ഷമായിട്ട് എന്ത് കണ്ടാലും അത് പരിശോധിക്കണമെന്നാ പറയാ. നീ അതെന്താണെന്ന് ചെക്ക് ചെയ്യാതെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാ എങ്ങനെയാ? ദയവേത് ഇങ്ങോട്ട് നോക്കൂ മാഡം. നിന്റെ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവള് സന്തോഷിക്കുന്നതിന് പകരം എന്നോട് വഴക്കിടുകയാണോ? നീ എന്റെ ഫോട്ടോ എന്നെ കാണിച്ചാ ഞാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി നിന്നെ കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ? അല്ല, വാ തുറന്ന വേദാന്ത് മേനോൻ വലിയ ജീനിയസ് ആണ്, ബുദ്ധിമാനാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അത്ര ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമാണോ ഇത്? എക്സ്ക്യൂസ് മീ, ഇപ്പൊ എന്ത് നടന്നിട്ടാ നീ ഇവിടെ കിടന്ന് അലർന്നേ? അല്ലാതെ പിന്നെ എന്റെ ഫോട്ടോയല്ലേ സ്ക്രീൻ സേവർ ആയിട്ട് ഇട്ടിരിക്കുന്നേ? ഇതൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ? അതാലോചിച്ചാണോ? വേറെന്തോ വലിയ ദുരന്തം നടന്ന പോലെയാ കാട്ടില്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ദുരന്തമല്ല, വല്ല പ്രളയം തന്നെ ഉണ്ടാവും. പൊട്ട. എല്ലാത്തിനും ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വേദാന്ത് മേനോന്റെ സെൽഫോണാ. ഇതിൽ വേറെ ആരും തൊടാൻ പോകുന്നില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നിന്റെ പേരിലുള്ള ബിൽഡപ്പ് അറ്റ്ലീസ്റ്റ് നിന്റെ മൊബൈലിന്റെ കാര്യത്തിലെങ്കിലും ഉപയോഗപ്പെടുത്താലോ.
നീ കുറച്ച് ഓവറാണെന്ന് തോന്നുന്നില്ലേ? പ്രണയിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷെ കൂടുതലാണോ കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശരി, നീ എന്നെ കാണാൻ വേണ്ടി തന്നെയാണോ ഇറങ്ങിയേ? പിന്നെ എന്തിനാ പോകുന്നേ? ഇന്ന് ഓഫീസിൽ ലീവല്ലേ, ഞാനും പോകുന്നില്ല, നീയും വരില്ല. എനിക്ക് ഈ വീഡിയോ കോൾ ഒന്നും ചെയ്ത ഒരു സമാധാനവും കിട്ടില്ല. അതുകൊണ്ടാ നിന്നെ നേരിട്ട് കാണാൻ വീട്ടിലേക്ക് വരാന്ന് വെച്ചത്. വെറുതെ അങ്ങനെ എന്റെ വീട്ടിലേക്കൊക്കെ വന്നാ അവിടെ ഉള്ളവർക്കൊക്കെ ഡൗട്ട് തോന്നില്ലേ? എന്നോട് ചോദിക്കാതെ പറയാതെ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. പണ്ടേ നിനക്ക് ലവിനെ കുറിച്ച് ഒന്നും അറിയില്ല. ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ എടുത്ത് തലക്കേറ്റി വെക്കരുത്. ലവിനെ പറ്റി നിന്റെ അത്ര എനിക്ക് വിവരമില്ല, പക്ഷെ ജനറൽ നോളജും കോമൺ സെൻസും എനിക്കുണ്ട്. ഞാൻ വെറുതെ നിന്റെ വീട്ടിലേക്ക് വരാൻ നിന്നതല്ല, ആരതിയോട് സംസാരിക്കാനുള്ള കാരണം കൊണ്ടാ വരുന്നത്. എങ്ങനെയുണ്ട് ഞാൻ? കള്ളൻ. അത് അപ്പഴേ വരൂന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയും ഓ ഇവിടെ ഉണ്ടായിരുന്നോ? അത് മോളെ, ഓഫീസിലെ ലൈറ്റിംഗ്സ് ഒക്കെ മാറ്റണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു ഇവളോട്. അതിന്റെ ഡിസ്കഷൻ ആയിരുന്നു ഇപ്പൊ. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്ത് സംസാരിക്കാന്ന് ചോദിച്ചില്ലല്ലോ. ഒരു സെക്കൻഡ് മുമ്പ് എന്റെ ചെറുക്കൻ ബ്രില്യന്റ് ആണെന്ന് വിചാരിച്ചത് തെറ്റായി പോയി. ലൈറ്റിന്റെ കാര്യം സംസാരിക്കുകയാണെന്നും പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? ഞാൻ എന്താ ട്യൂബ്ലൈറ്റ് ആണോ? ഞാൻ ചുമ്മാ നിന്നോട് എന്തിനാ കള്ളം പറയുന്നത്? ഞങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നത്. നീ എന്താ വിചാരിച്ചേ? ഇതിനേക്കാളും ആദ്യത്തേതായിരുന്നു കുഴപ്പമില്ലാത്തത്. നമ്മുടെ കുഴി നമ്മൾ തന്നെ തോണ്ടിന്ന് പറയുന്നത് ഇതിനെ കുറിച്ചാ. ഞാനിപ്പോ എന്തിനാ എന്തെങ്കിലും വിചാരിക്കണം? അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കാര്യം നിനക്ക് അറിയില്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുവാണെന്ന്. എക്സാക്ട്ലി. കറക്റ്റാ, അതിനെ പറ്റിയാ ഞങ്ങൾ സംസാരിച്ചത്. മതി നിങ്ങൾ സംസാരിച്ചത്. അമ്മു എന്റെ കൂടെ വാ. ആദ്യ ഞാൻ വേണ്ടേ മോളെ? നീ എവിടേക്ക് പോവാൻ നിൽക്കല്ലായിരുന്നോ? എന്താ അമ്മുവിനെ കണ്ടപ്പോ നീ ആ വഴി മറന്നുപോയോ? കളിയാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങളുടെ അടുത്ത് തന്നെ പഠിക്കണോ എടുത്തി? നോൺസെൻസ്. ഇവളുടെ മുഖം കണ്ട ഞാൻ എന്തിനാ പോകുന്ന വഴി മറക്കുന്നത്? ഞാൻ പോവാണ്. ശരി പോക്കോ. അമ്മു വാ. ആരെ പോയി മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ? അയാൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ ഇനി ആരെ മീറ്റ് ചെയ്യാനാ? ഡിറ്റക്റ്റീവ് ആദ്യ. ഡാം ഇറ്റ്. എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ആർദ്യം വിക്കി എന്ത് കാര്യത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. കാര്യം എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുമായിരുന്നു. എന്നാൽ അതും ആർക്കും അറിയില്ല.